الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فيا عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب زدنا علما نافعا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഈ ദുനിയാവിനെ പടച്ചത് മുതൽ ദുനിയാവ് അതിൻ്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഇർതഹലത്തി ദുനിയാ മുദ്ബിറൻ, ദുനിയാവ് അതിൻ്റെ പിന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. വർത്തഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ആഖിറം പരലോകം അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സമയം ഈ രണ്ട് യാത്രകളും കൂട്ടിമുട്ടുന്നൊരു സമയം വരും. ദുനിയാവിങ്ങനെ തീർന്നുകൊണ്ടിരിക്കും, ആഖിറം അതിങ്ങനെ വന്ന് 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 നമ്മളിലേക്ക് ചേരുകയും ചെയ്യും. ശേഷം അദ്ദേഹം പറയുകയാണ്, വലികുല്ലി മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആഖിറത്തിനും അതിൻ്റേതായ സന്താനങ്ങളുണ്ട്. അഥവാ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന, ദുനിയാവിൽ സൗകര്യങ്ങൾ ഉണ്ടാവാൻ, ദുനിയാവിലത്തെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ, ദുനിയാവിൽ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ പണിയെടുക്കുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുമുണ്ട്. എന്നിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞു, കൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ ആളുകളാവണം. കാരണം അൽ യൗമ അമലുൻ ലാ ഹിസാബ്, ഇന്നത്തെ ദിവസം നമുക്ക് അമൽ ചെയ്യാനുള്ളതാണ്. ഇന്ന് അള്ളാഹു നമുക്ക് അമൽ ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. ദിവസമുണ്ട്, സമയമുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ വഗദൻ, നാളത്തെ ഒരു ദിവസം ഹിസാബുൻ ലാ അമൽ, അന്ന് ഹിസാബിനുള്ള ദിവസമാണ്, അന്ന് വിചാരണക്കുള്ള ദിവസമാണ്. അന്ന് നമ്മൾ ഓരോ സെക്കൻഡും ഓരോ ദിവസവും ഓരോ സമയവും എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യത്തിൻ്റെ സമയമാണ്. അവിടെ നമുക്ക് എന്തില്ല, അമൽ ചെയ്യാനുള്ള അവസരമില്ല. മറ്റൊരു പണ്ഡിതന്മാരുടെ അഖ്വാലുകളിൽ കാണാം, അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു, മലക്കുകളെ സൃഷ്ടിച്ചു, അതുപോലെ കന്നുകാലികളെയും സൃഷ്ടിച്ചു. ഇവരുടെ മൂന്ന് പേരുടെയും സൃഷ്ടിപ്പിൻ്റെ രീതി വ്യത്യസ്തമാണ്. അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചത് അവർക്ക് വിവേകം മാത്രമേ ഉള്ളൂ, ഉഖൂൽ ബിലാ ഷഹവാത്ത്, വികാരങ്ങളില്ല. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അവർ എന്താണോ അവർ കൽപ്പിക്കപ്പെടുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ വികാരങ്ങൾ കൊണ്ട് എന്തെങ്കിലും മാറി ചെയ്യലോ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി എന്തെങ്കിലും ചെയ്യലോ, അങ്ങനെയൊന്നുമില്ല, വികാരങ്ങളില്ല. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ അള്ളാഹു കന്നുകാലികൾ സൃഷ്ടിച്ചു, അവർ ഷഹവാത്ത് ബിലാ ഉഖൂൽ, അവർക്ക് വിവേകമില്ല, വികാരം മാത്രമേ ഉള്ളൂ. അവർക്ക് ഭക്ഷണം കഴിക്കണം, അവരുടെ ലൈംഗിക ഇച്ഛകൾ പൂർത്തിയാക്കണം, എവിടെയാണെന്ന് വെച്ചാൽ കിടന്നുറങ്ങണം. അത് ബഹായിമുകൾ. എന്നാൽ മനുഷ്യരെ അള്ളാഹു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായി സൃഷ്ടിച്ചു. മനുഷ്യൻ എന്തുണ്ട്? വിവേകവുമുണ്ട്, വികാരവുമുണ്ട്. വിവേകം, അവൻ പഠിക്കുന്നു, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി അവൻ ആ മാർഗത്തിലേക്ക് അവൻ സഞ്ചരിക്കുന്നു, ഒരു ലക്ഷ്യബോധത്തോടു കൂടി സഞ്ചരിക്കുന്നു. ഇതൊക്കെ അവൻ്റെ വിവേകത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മറുവശത്ത് മനുഷ്യന് വികാരവുമുണ്ട്, തെറ്റുകൾ സംഭവിക്കും, പാപങ്ങൾ സംഭവിക്കും, വഴിതെറ്റിപ്പോകും. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ആരുടെ വിവേകത്തെ വികാരം അതിജയിച്ചുവോ, അഥവാ വിവേകമില്ലായ്മയായി വികാരം അവനെ അതിജയിച്ചെങ്കിൽ അവൻ ആരുടെ കൂടെയായി? അവൻ ബഹായിമുകളുടെ കൂടെയായി പോകും. എന്നാൽ ആരുടെ വികാരത്തെ പിടിച്ചു നിർത്തി വിവേകം അതിജയിച്ചുവോ അവൻ മലക്കുകളുടെ കൂടെയായിത്തീരും. മനുഷ്യന് രണ്ടിലേക്കും ചാൻസ് ഉണ്ട്. മനുഷ്യൻ ഒന്നുകിൽ അവൻ്റെ വിവേകത്തിൽ മുന്നേറി മലക്കുകളോടൊപ്പം എത്താം, അല്ലെങ്കിൽ അവൻ്റെ വികാരത്തിൻ്റെ അടിമയായി
കന്നുകാലിയുടെ കൂടെയും മനുഷ്യനെത്താൻ സാധിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അല്ലാഹു തആല ആ രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ചത്. വളരെ ചെറിയ ആയുസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. 60നും 70നും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്. വളരെ ചുരുങ്ങിയ കാലഘട്ടം. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതം നമുക്ക് വളരെ എളുപ്പമാണ്. സലഫുകൾ അതവർ മനസ്സിലാക്കിയിരുന്നു. സലഫുകൾ അവരുടെ ജീവിതം ആഖിറത്തിന് വേണ്ടി മാറ്റിയത്. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? നാളെ ആഖിറത്തിൽ വിജയിക്കണം. ഈ ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിക്കുന്നു, ദീനിനോട് താല്പര്യമുണ്ട്, അങ്ങനെ പരിശ്രമിക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം നാളെ ആഖിറത്തിൽ വിജയിക്കണം എന്നുള്ളതാണ്. നരകത്തിലെത്തിയ ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞു, വഹും യസ്തരിഖൂന ഫീഹ. ആ നരകത്തിലെത്തി കഴിഞ്ഞാൽ അവർ അവിടുന്ന് അട്ടഹസിച്ച് കരയും. എന്തിനാണ്? റബ്ബന അഖ്രിജ്ന, അള്ളാഹുവെ കുറച്ച് നേരത്തേക്ക് പുറത്തിറക്കിത്ത, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഈ ദുനിയാവിൽ അള്ളാഹുവെ നീ തന്ന ആയുസ് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ ചെയ്യാതെ പോയ ഒരുപാട് അമലുകളുണ്ട് അള്ളാഹുവെ, നമ്മൾ ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കും, അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് നാം ആയുസ് തന്നിട്ടില്ലേ? സമയം നിങ്ങൾക്ക് ദുനിയാവിൽ തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഉത്ബോധനം ഉൾക്കൊള്ളേണ്ടവർക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാൻ, ഉപദേശം സ്വീകരിക്കേണ്ടവർക്ക് ഉപദേശം സ്വീകരിക്കാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരാൻ സമയം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅക്കുമുൻ നദീർ. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആളുകളും എത്തിയിട്ടില്ലേ എന്ന് അള്ളാഹു അവിടെ നിന്ന് ചോദിക്കും എന്ന് അള്ളാഹു പറയുന്നു. മറ്റൊരു ഭാഗത്ത് സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞു, വലൗ തറാ ഇദ് വുഖിഫു അലന്നാർ. നരകത്തിൻ്റെ അവിടെ നിൽക്കുന്ന സമയം, നരകത്തിൻ്റെ വക്കത്ത്, നരകത്തിലേക്ക് എറിയപ്പെടാനുള്ള ഒരു അവസ്ഥയിലെത്തി അവർ നിൽക്കും, നരകത്തിൻ്റെ അവകാശികൾ. അപ്പോൾ അവർ പറയും, ഖാലു യാ ലൈതനാ നുറദ്. അള്ളാഹുവെ, നമ്മളൊന്ന് തിരിച്ചയച്ചിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ ദുനിയാവിലെത്തി, വലാ നുകദ്ദിബ ബിആയാതി റബ്ബിന, നമ്മുടെ രക്ഷിതാവിൻ്റെ ആയാത്തുകൾ നമ്മൾ കളവാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ നിന്ന് അവർ പറയും. എത്രത്തോളം സ്വർഗത്തിലെത്തിയ ആളുകൾ പോലും അവരോട് അള്ളാഹു തആല ഒരിക്കൽ ചോദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാകളുടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളുടെ അവരുടെ അർവാഹുകൾ പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ശരീരത്തിൽ സ്വർഗത്തിലൂടെ പാറി നടക്കുകയായിരിക്കും. അവർക്ക് അർശിൻ്റെ ഓരത്ത് തൂക്കിയിട്ട കൂടുകളുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കെല്ലാം പാറിപ്പറന്ന് അവസാനം അവർ കൂട്ടിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഒരു സമയം അല്ലാഹു തആല അവരെത്തി നോക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹൽ തസ്തഹൂന ഷൈഅ, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ പറയും, അല്ലാഹുവേ, എന്താ ആഗ്രഹിക്കാനാണ്? എല്ലാ ആഗ്രഹവും നീ ഇവിടെ തന്നു കഴിഞ്ഞല്ലോ. നമ്മളിങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുകയാണ്, പിന്നെ എന്താ ആഗ്രഹം നമുക്ക് വരാനുള്ളത്? പിന്നെയും അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ മൂന്നാമത്തെ തവണയും ചോദിക്കുമ്പോൾ അവർ മനസ്സിലാക്കും, അള്ളാഹു നമ്മുടെ എന്തെങ്കിലും ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, അള്ളാഹുവേ, ഒരു തവണ കൂടി നമ്മൾ ദുനിയാവിലേക്ക് അയക്കണം, എന്നിട്ടൊരിക്കൽ കൂടി നിൻ്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ളൊരു അവസരം നമുക്ക് തരണം. കാരണം എന്തെങ്കിലും ഒന്ന് കൂടുതൽ ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റിയാൽ അത് അവിടെ ദറജ ഉയർത്തുന്നതാണ്. ആ ഒരു ബോധം അവർക്കുണ്ടായത് കൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. അത് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് നാം ഇപ്പോൾ ആ അവസ്ഥയിലാണുള്ളത്. ദുനിയാവിൻ്റെ അള്ളാഹു തന്ന ആയുസ്സിൽ ആ ചെറിയ സമയത്താണ് നാം ഉള്ളത്. ഈ പരലോകം കഴിഞ്ഞ് ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് അവിടത്തേക്ക് എത്തിപ്പെട്ട ആളുകൾ, അവരുടെ ആഗ്രഹം, നരകത്തിൻ്റെ അവിടേക്ക് എത്തുന്ന ആളുകളുടെയും ആഗ്രഹം ദുനിയാവിലേക്കൊന്ന് മടങ്ങിച്ചെല്ലണം, എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് കഴിച്ചലാവണം. സ്വർഗത്തിലേക്ക് എത്തിയാലും അവരുടെ ആഗ്രഹം ഒന്ന് മടങ്ങിച്ചെന്ന് കുറച്ചും കൂടെ കൂടുതൽ ചെയ്താൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ. അപ്പം ഇതാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളായ ആളുകൾ, അവർ അവരുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ഉൾക്കൊണ്ടതുകൊണ്ട് അവർ അവരുടെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ പലതും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മസ്സൽതു നഫ്സി ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലാണ് എന്ന് ഞാൻ സ്വന്തം ഇങ്ങനെ ഭാവനയിൽ കൊണ്ടുവന്നു. എൻ്റെ ഭാവനയിൽ ഞാൻ സ്വർഗത്തിലാണ് എന്ന് കൊണ്ടുവന്നു. എങ്ങനെയാണ്? ആക്കുലു മിൻ സിമാരിഹ, അവിടുത്തെ പഴവർഗ്ഗങ്ങളൊക്കെ ഞാനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ അഷ്റബു മിൻ അൻഹാരിഹ, അവിടുത്തെ ഒരുപാട് പുഴകളുണ്ട്, അല്ലാഹു തആല ഖുർആൻ പഠിപ്പിച്ച പോലെ, അതൊക്കെ ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ ഉആനിഖു അബ്കാറഹ, അവിടെയുള്ള കന്യകത്വം മുറിയാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട്, അവരോടൊപ്പം ഞാനിങ്ങനെ ഉല്ലസിക്കുകയാണ്.
അങ്ങനെ ഞാൻ സ്വർഗത്തിലുള്ളതായി ഞാനിങ്ങനെ ഭാവിച്ചു. അതോടൊപ്പം തന്നെ വമസ്സൽതു ഫിന്നാർ, ഞാൻ വമസ്സൽതു നഫ്സി ഫിന്നാർ, ഞാൻ നരകത്തിലാകുന്ന അവസ്ഥയെക്കുറിച്ചും ഞാൻ ആലോചിച്ചു. അവിടുത്തെ സഖൂം എന്ന പഴം ഞാൻ തിന്നുന്നു. നരകത്തിൻ്റെ തീയിൽ കരിഞ്ഞ അവരുടെ അത്തരത്തിലുള്ള ആളുകളുടെ ചെലവും രക്തവും കൂടിക്കലർന്ന പാനീയം ഞാൻ കുടിക്കുന്നു. അങ്ങനെ നരകത്തിലെ ആ ഭയാനകമായ അവസ്ഥയിലും ഞാൻ എത്തുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിൽ ഭാവന കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ എൻ്റെ നഫ്സിനോട് പറഞ്ഞു, യാ നഫ്സി, എൻ്റെ സ്വന്തം ആത്മാവേ, അയ്യ ഷൈഇൻ തുരീദീൻ, നിനക്കെന്താ വേണ്ടത്? സ്വർഗത്തിൻ്റെ ആദ്യം പറഞ്ഞ അനുഭൂതികളും സുഖങ്ങളും സൗകര്യങ്ങളും അത് വേണോ? അല്ല, നരകത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണോ നിനക്ക് വേണ്ടത്? അങ്ങനെ ഞാനിപ്പോൾ സ്വന്തത്തോട് ഞാൻ ചോദിച്ചു. ഖാലത്ത്, അപ്പം എൻ്റെ നഫ്സ് എന്നോട് പറഞ്ഞു, ഉരീദു അൻ ഉറദ്ദ ഇല ദുനിയ ഫഅഅമല സ്വാലിഹ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് എത്തിയെങ്കിൽ അള്ളാഹു കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ എനിക്ക് അവസരം വേണം. നരകത്തിലേക്കാണെങ്കിൽ അള്ളാഹു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കിട്ടാൻ എനിക്ക് ദുനിയാവിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ നഫ്സിനോട് പറയും, ഖുൽതു ഫഅൻതി ഫീ ഉംനിയതി, നീ എന്താണോ നീ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനാണ് നീ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിനക്ക് അള്ളാഹു തന്ന ആയുസ് അതിനുള്ളതാണ്. അവിടെ എത്തിയിട്ട് ഖേദിച്ചിട്ടോ അള്ളാഹു എനിക്കൊരു അവസരം നഷ്ടമായല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ആ ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞു പോയാൽ വളരെ ചെറിയ സമയം നമുക്കുള്ളൂ, വളരെ ചെറിയ ദുനിയാവേ നമുക്കുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞു പോയാൽ പിന്നെ കാലാകാലം നീണ്ടു നിൽക്കുന്ന പാരത്രിക ലോകമാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് ഞാൻ നിങ്ങൾക്ക് ഒരു 10 രൂപ തരികയാണ്, പകരം നിങ്ങൾ എനിക്ക് 1 രൂപ തരണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനാരും തടസ്സം നിൽക്കൂല. കാരണം 10 കിട്ടുന്ന 1 കൊടുത്താൽ മതി. അതേ ഒരവസ്ഥയിൽ ദുനിയാവിലെ ജീവിതത്തെയും ആഖിറത്തിലെ ജീവിതത്തെയും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്ക്. ദുനിയാവിലെ ജീവിതം വളരെ ചെറിയൊരു ജീവിതം. ആ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകരം കിട്ടുന്നത് വളരെ വലുതാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹും അൽ ജന്ന. അള്ളാഹു തആല മുഅ്മിനീങ്ങളുടെ സമ്പത്തും അവരുടെ ശരീരങ്ങളും അവരിൽ നിന്ന് അള്ളാഹു വാങ്ങിച്ചിരിക്കുകയാണ്. എന്താണ് പകരം? ബിഅന്ന ലഹും അൽ ജന്ന, സ്വർഗം പകരം നൽകാം എന്ന വാഗ്ദാനത്തോടു കൂടി. ആ ഒരു വാഗ്ദാനത്തെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ആ ബോധത്തോടു കൂടി ജീവിക്കണം. സലഫുകളിൽ ചിലർ അവരുടെ ഖബറിടങ്ങൾ അവരെന്താക്കുമായിരുന്നു? നേരത്തെ തോണ്ടി വെക്കുമായിരുന്നു. അവരുടെ ഖബറിനുള്ള കുഴി നേരത്തെ എടുത്തു വെക്കും. എന്നിട്ടോ ഫഇദാ ഫതറ മിനൽ അമലിന് എന്തെങ്കിലും കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അഥവാ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മടി തോന്നിക്കഴിഞ്ഞാൽ, ഖുർആൻ പാരായണം തീരെ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ഖബറിലേക്ക് കിടക്കും. ആ ഖബറിൽ നീണ്ടു നിന്നതിന് ശേഷം എന്നിട്ട് നഫ്സിനോട് ചോദിക്കും, നഫ്സേ, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ മരണപ്പെട്ട് വസുർത്തി ഫീ ലഹദിക്, നിൻ്റെ ഈ ഖബറിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ അയ്യ ഷൈഇൻ കുന്തി തതമന്നൈൻ, നീ എന്തായിരിക്കും ആഗ്രഹിക്കുക? ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ എന്തായിരിക്കും ആഗ്രഹിക്കുക? അപ്പോൾ അവർ പറയും, ഉറദ്ദു ഇല ദുനിയ, ദുനിയാവിലേക്ക് മടക്കപ്പെടണം, ഫഅഅമലു സ്വാലിഹൻ, എന്തെങ്കിലും സ്വാലിഹാത്തുകൾ ചെയ്യണം. അപ്പോൾ അവർ സ്വന്തത്തോട് പറയും, നീ നിൻ്റെ ആഗ്രഹിച്ചത് എന്താണോ ആ ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണെന്ന് വെച്ചാൽ, ശേഷം നമുക്ക് ഖേദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ദുനിയാവിലുള്ള അവസരം, അള്ളാഹു തആല ഉപയോഗപ്പെടുത്താൻ തന്ന അവസരം, അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ് ഈ യുവത്വ കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാതക ഖബ്ല മൗതിക്, നിൻ്റെ മരണം എത്തുന്നതിന് മുമ്പ് ദുനിയാവിലെ നിൻ്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം മൊത്തത്തിൽ. എന്നാൽ മറ്റൊരു ഭാഗത്ത് പ്രത്യേകം പറഞ്ഞു, എന്ത്? ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. നിൻ്റെ മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ തന്നെ എന്ത് ഉൾപ്പെട്ടു? നമ്മുടെ യുവത്വവും പെട്ടു, വാർദ്ധക്യവും പെട്ടു, ബാല്യകാലവും പെട്ടു, ഒക്കെ പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം നീ ഉപയോഗപ്പെടുത്തണം. ഈ ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ കാലുകൾ ചലിപ്പിക്കാൻ സാധിക്കൂല, ഹത്താ യുസ്അലാൻ അർബഈൻ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം തീരുന്നത് വരെ. അവിടെയും ഒരു പ്രത്യേക ചോദ്യം അവൻ്റെ യുവത്വത്തെക്കുറിച്ചാണ്.
അപ്പോൾ യുവത്വത്തിന് അള്ളാഹു തആല വലിയ ഗൗരവം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൽപ്പിക്കുമായിരുന്നു, എന്തിന്? നിങ്ങൾ യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം. മജ്ലിസുകളിൽ അവർക്ക് നിങ്ങൾ സ്ഥാനം വേറെ തന്നെ കൊടുക്കണം. അഥവാ വസ്യഉ ലഹും ഫിൽ മജാലിസ്, മജ്ലിസുകളിൽ യുവാക്കൾക്ക് നിങ്ങൾ ഒരു സ്ഥാനം, ഒരു സ്ഥലം നിങ്ങൾ വേറെ തന്നെ വെച്ചു കൊടുക്കണം. അദ്ദേഹം യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു, മർഹബൻ ബി വസിയ്യത്തി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്ത യുവാക്കളെ നിങ്ങൾക്ക് സ്വാഗതം. അവരുടെ സദസ്സുകളിലേക്ക് യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, മർഹബൻ ബി വസിയ്യത്തി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ വസിയ്യത്ത് ചെയ്തതാണ് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം കൽപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരെ പ്രത്യേകം സദസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഫ്വാൻ ബിൻ അസ്സാൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ഇരിക്കുന്ന നബിൻ്റെ അടുക്കിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അദ്ദേഹം ചെന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ജിഅ്തു അത്ലുബുൽ ഇൽം, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ നിങ്ങളിലേക്ക് വന്നത് ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബി ത്വാലിബിൽ ഇൽം, ഇൽമ പഠിക്കാൻ വന്ന ആളിന് സ്വാഗതം, ഇൽമ പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്തേക്ക് ഇരുത്തും. എന്നിട്ട് പറയും, ഇങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് നുകരാൻ ഒരാൾ വരികയാണെങ്കിൽ മലക്കുകൾ അവനെ പൊതിയുന്നതാണ്. എന്തുകൊണ്ട്? റിദം ബിമാ യസ്ന, അവൻ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയുള്ള മലക്കുകളുടെ തൃപ്തി കാരണം മലക്കുകൾ ആ മനുഷ്യനെ പൊതിയും. അങ്ങനെ ഓരോരുത്തരും അത് പൊതിഞ്ഞ് ഒന്നാം ആകാശം വരെ മലക്കുകൾ നിറയുമാറ് മലക്കുകൾ അത്രയും കൂടുതൽ ആളുകൾ ഈ ഇൽമ പഠിക്കാമെന്ന ആളുകളെ പൊതിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കേണ്ടായി. ഇത് ഇൽമ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു കൂട്ടം യുവാക്കൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത്? യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർ പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഇല്ലാ ഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. വനസലത്ത് അലൈഹിമുസ് സക്കീന, അള്ളാഹുവിൻ്റെ സമാധാനം അവരിൽ ഇറങ്ങുന്നതാണ്. വഗശിയത്ഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹു അവരെ പൊതിയുന്നതാണ്. ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹ്, അള്ളാഹു തആല അവൻ്റെ അടുക്കലുള്ള ആളുകളോട് ഇവരെപ്പറ്റി സംസാരിക്കുന്നതാണ്. ഈ പള്ളിയിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടം ആളുകൾ, അവരെപ്പറ്റി അള്ളാഹു തആല അവൻ്റെ മലഇൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആളുകൾ ഉന്നതന്മാരായ മലായിക്കത്തുകളാണ്, അവരോട് അള്ളാഹു തആല ഈ ഒരു ചെറിയ സംഘത്തെപ്പറ്റി സംസാരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മുടെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. നമ്മുടെ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ആ നമ്മളെപ്പറ്റി അള്ളാഹു തആല അവൻ്റെ അടുക്കലുള്ള മലക്കുകളോട് സംസാരിക്കും. ഈ ആളുകളെപ്പറ്റി അള്ളാഹു തആല ഈ ആളുകളെപ്പറ്റി സംസാരിക്കുന്നെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. അതിന് കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ്, ചെറിയ വിഷയമായി കാണരുത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമുക്ക് സാധിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ സാമർഥ്യം കൊണ്ട് സാധിക്കൂല. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ഏതൊരു കാര്യവും അള്ളാഹു തആല ഒരു അടിമക്ക് ചെയ്യാൻ അവസരം നൽകുന്നുവെങ്കിൽ അള്ളാഹു തആല അവന് പ്രത്യേകം തൗഫീഖ് നൽകിയെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം നിങ്ങൾ പറയേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയേണ്ടതാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിവിടെ നിറങ്ങുകയാണ്. എന്തുദ്ദേശത്തിലാണെങ്കിലും തവക്കൽതു അലല്ലാഹ്, എൻ്റെ കാര്യത്തെ ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല, ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള കഴിവില്ല, വലാ ഖുവത, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുമില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ.
ലാ ഹൗല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക, അഥവാ തിന്മയുടെ സാഹചര്യം വന്നാൽ അവിടെ നിന്ന് മാറി നിൽക്കുക. വലാ ഖുവത്ത എന്ന് പറഞ്ഞാൽ നന്മയുടെ സാഹചര്യം വന്നാൽ അതിൽ ചെയ്യാൻ സാധിക്കുക. ഇത് രണ്ടും ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ മാത്രം. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ്. എനിക്ക് നിങ്ങളെ പലരെയും അറിയില്ല, നിങ്ങൾക്ക് തന്നെ പരസ്പരം ചെറിയ പരിചയമുള്ളൂ. പക്ഷേ ദീനിൻ്റെ പേര് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു. ദീനിൻ്റെ പേര് നമ്മൾ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരക്കാരിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിക്കുന്ന ആളുകളെ പറ്റി ഒരുപാട് വാചാലനായി. ദീൻ പഠിക്കാൻ വേണ്ടി സമയം കിട്ടുന്ന ആളുകൾ അവിടെ നിന്ന് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും മുന്തിയ ആളുകൾ, നിങ്ങൾ ഏറ്റവും ഉത്തമരായ ആളുകൾ, മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വേറെ എന്തൊക്കെ ജോലികളുണ്ട്, വേറെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് മനുഷ്യന്മാർക്ക്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും ഉന്നതമായി പഠിപ്പിച്ചത് ഈ ഒരു സംഭവത്തെയാണ്. ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക. അതാണ് ദീൻ പഠിക്കൽ. ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ, അബു അബ്ദുറഹ്മാൻ അസ്സുലമി, കൂഫയിലെ പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നു, കൂഫയിലെ ഈ പള്ളിയിൽ ഈ ഹദീസാണ് 40 വർഷം എന്നെ ഇരുത്തിയത്. 40 വർഷം അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഇരിക്കുക. എന്നിട്ട് പറയുന്നു, ഈ ഒരു ഹദീസാണ് എന്നെ ഇവിടെ ഇരുത്തിയത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്നുള്ള ഹദീസ്. അതൊക്കെ പണ്ഡിതന്മാർ എന്താണെന്ന് വെച്ചാൽ അവർ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടു. അവർക്ക് ദീനിൻ്റെ കാര്യം ഹൃദയത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് ദുനിയാവ് നിസ്സാരമായി തോന്നി, ദുനിയാവിലെ വിഷയങ്ങൾ എളുപ്പമായി തോന്നി. അവർക്ക് ഏറ്റവും മുഖ്യമായ കാര്യം ദീനായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഈ മാർഗത്തിൽ പ്രവേശിച്ചു, യൽതമിസു ഫിഹി ഇൽമൻ, ആ മാർഗത്തിലാവട്ടെ അവൻ ഇൽമ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പുറപ്പെട്ടത്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങിയത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള മാർഗം അവൻ എളുപ്പമായി തീരും. ഇൽമുണ്ടെങ്കിലേ സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരുള്ളൂ. നമുക്കറിയാം ഖാറൂനിൻ്റെ സംഭവം. ഖാറൂൻ അവൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ സമയം അള്ളാഹു ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, എല്ലാ ആഡംബരങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിൽ എന്തെങ്കിലും സമ്പാദിക്കണം, ദുനിയാവ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പറഞ്ഞുപോയി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഖാറൂന് കിട്ടിയ സൗകര്യം ദുനിയാവിൽ, ഖാറൂന് കിട്ടിയ സമ്പത്ത്, ഖാറൂന് കിട്ടിയ ആളുകൾ, ആഡംബരങ്ങൾ, അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആര് പറഞ്ഞു? ദുനിയാവിലെ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ പറഞ്ഞു. പക്ഷേ ആ ഫിത്നയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചവരെ പറ്റി അള്ളാഹു പറഞ്ഞു, വഖാലല്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ, ഈമാനുള്ള ആളുകൾക്ക്, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾക്ക്, ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക്, റസൂലിനെ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഖൈറായത് അള്ളാഹുവിൻ്റെ കിട്ടുന്ന പ്രതിഫലമാണ്, ദുനിയാവിലെ സുഖവും സൗകര്യമല്ല. ഇവിടെ ആളുകൾ മൊത്തത്തിൽ ഫിത്നയിലാകുന്ന സമയം അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ സാധിക്കുന്നവർ അവരുടെ പ്രത്യേകത, വഖാലല്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകൾ. അള്ളാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹു ഇൽമ പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും, ദീന് മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അഥവാ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവന് നൽകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു തആല ദീൻ പഠിക്കാനുള്ള അവസരം നൽകുന്നില്ല എങ്കിൽ, ദീൻ മനസ്സിലാക്കാനും അറിയാനുമുള്ള താല്പര്യം ഒരാളുടെ മനസ്സിലില്ല എങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചിട്ടും അതിലേക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു തആല അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല അത്തരത്തിൽ ഖൈർ ഉദ്ദേശിച്ച ആളുകൾ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഇന്നൽ മലായിക, അള്ളാഹുവിൻ്റെ മാലാഖമാർ, ലതദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽം, ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ചിറകുകൾ അവർ താഴ്ത്തി കൊടുക്കും. മലായിക്കത്തുകൾ ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും വിനയാന്വിതരായി. അവർ ചെയ്യുന്ന കാര്യത്തോടുള്ള താല്പര്യം കൊണ്ട് മലക്കുകൾ അങ്ങനെ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, വഇന്നൽ ആലിമ
തീർച്ചയായും ഒരു പണ്ഡിതൻ, ഇൽമ് പഠിച്ച ആൾ, ദീൻ അറിവുള്ള, ദീനിൻ്റെ വിഷയത്തിൽ അറിവുള്ള ആൾ, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാത്ത് വമൻ ഫിൽ അർദ് ഹത്തൽ ഹൈതാനി ഫിൽ മാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ് പഠിച്ച ആൾ, ദീനിനെ വേറെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, വേറെ ഏത് മേഖലയിൽ പഠിക്കുന്ന ആളായിക്കോട്ടെ, പക്ഷേ ഇൽമിന് വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. ദീൻ പഠിക്കാൻ, ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ, അഖീദ പഠിക്കാൻ, നമ്മുടെ ഫിഖ്, നാമുമായി ബന്ധപ്പെട്ട ഫിഖിൻ്റെ മസലകൾ പഠിക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കണം. അങ്ങനെയുള്ള ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാത്ത്. ആകാശ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ഈ ഒരു മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹത്തൽ ഹൈതാൻ ഫിൽ മാ, വെള്ളത്തിനടിയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ പോലും ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാപങ്ങൾ ചെയ്യാത്ത ആരാളുള്ളത്? ചെറുതും വലുതുമായ പാപങ്ങൾ ഒറ്റക്കും കൂട്ടായും ചെയ്യുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്യുന്ന പാപങ്ങൾ ചെയ്യാത്തത് ആരുമില്ല. നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ ഇൽമു പഠിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഓഫർ, ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഈ ഒരു മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മുസല്ല അള്ളാഹുവോട് പറയും, അള്ളാഹു ഇവന് പുറത്തു കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന പള്ളിയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹുവോട് പറയും, അള്ളാഹുവിന് പുറത്തു കൊടുക്കണം. ഇവിടെയുള്ള പാറ്റകളോ ജന്തുക്കളോ എന്തെങ്കിലും അവരൊക്കെ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവെ ഈ മനുഷ്യന് വേണ്ടി പുറത്തു കൊടുക്കണം. കാരണം നിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി വന്നവനാണ്, നിൻ്റെ ദീൻ അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നവരാണ്. ഒരുപാട് യാത്രകൾ ചെയ്തു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. ഇതൊക്കെ അള്ളാഹുവെ നിൻ്റെ ദീനിനെ മനസ്സിലാക്കാൻ വേണ്ടി, നിൻ്റെ ദീനിൻ്റെ അറിവുകൾ നേടാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് നീ പുറത്തു കൊടുക്കണം. എത്ര വലിയ സൗഭാഗ്യമാണത്, എത്ര വലിയൊരു സ്ഥാനമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സാഇരിൽ കവാകിബ്. ഒരു ആലിമിൻ്റെ ശ്രേഷ്ഠത ഒരു സാധാരണക്കാരനേക്കാൾ, അഥവാ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആലെന്ന് പറഞ്ഞാൽ ദീനിനെക്കുറിച്ച് അറിവുള്ള ആൾ, ദീന് പഠിച്ച് മനസ്സിലാക്കിയ ആൾ. ഒരു സാധാരണക്കാരൻ ദീനിനെക്കുറിച്ച് അറിവില്ല, അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം, നിസ്കാരത്തെക്കുറിച്ച് അറിയാം, നോമ്പിനെക്കുറിച്ച് അറിയാം, അയാളങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോമ്പ് നോട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യും? ദഅവത്തിന് വേണ്ടി ഇറങ്ങും, മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ തേടിപ്പോകും, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കും, അതിൽ ശരിയും തെറ്റും ഏതെന്ന് വേർതിരിക്കും. ഒരാൾ തെറ്റ് കണ്ടാൽ അത് മാറ്റിക്കൊടുക്കാനുള്ള സന്മനസ്സുണ്ടാകും. അങ്ങനെയുള്ള ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 14 രാവിൻ്റെ ചന്ദ്രനും മറ്റുള്ള നക്ഷത്രങ്ങളും പോലുള്ള വ്യത്യാസമാണ്. വളരെ വ്യക്തമായി കാണാവുന്ന വ്യത്യാസം. അള്ളാഹു ചോദിച്ചില്ലേ, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇല്ലാത്തവരും സമമാവോ? അള്ളാഹു അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല. അഥവാ ഈ ചോദ്യത്തിന് പറയാം ഇസ്തിഫ്ഹാം ഇൻകാരി, നിഷേധത്തിൻ്റെ ചോദ്യമാണ്. അഥവാ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവൂല. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽം ദറജാത്ത്. ഇൽമുള്ള ആളുകളെ, ഈമാനുള്ള ആളുകളെ അല്ലാഹു തആല പടിപടിയായി ഉയർത്തുന്നതാണ്. അത് ദുനിയാവിലും ആഖിറത്തിലും. ഉയർത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് സുഖവും സൗകര്യവും സമ്പത്തും അല്ല. ദുനിയാവിൽ അള്ളാഹു ഒരാളെ ഉയർത്തുന്നത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെട്ട ആളാണ്, സ്വഹാബത്ത് ഉയർത്തപ്പെട്ട ആളാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, 2 മാസത്തോളം നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടേ ഇല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതേ വഴിക്ക് വരുന്നുണ്ട് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? വിശന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരുടെ വീടുകളിൽ ഞാൻ കയറിയിരുന്നു. കൈയൊന്ന് പൊക്കിയാൽ മേൽക്കൂര കയ്യിൽ തട്ടുന്ന അവസ്ഥയായിരുന്നു അവരുടെ വീടുകളുടേത്. അത്ര പ്രയാസപ്പെട്ട് ജീവിച്ച ആളുകളായിരുന്നു. പക്ഷേ ദുനിയാവിൽ അള്ളാഹു അവരെ ഉയർത്തിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് കിടന്നെണീച്ച് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ പ്രവാചകൻ്റെ ശരീരത്തിൽ ആ പായയുടെ അടയാളങ്ങൾ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഖിസ്റയും കൈസറും ഒക്കെ പട്ടുമെത്തയിലാണല്ലോ റസൂലെ കിടക്കുന്നത്, നിങ്ങൾക്കിങ്ങനെ പ്രയാസപ്പെട്ടൊരവസ്ഥയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ തറല്ലാ, ഉമറെ നീ തൃപ്തിപ്പെടുന്നില്ലേ? അവർക്ക് ദുനിയാവ് നമുക്ക് ആഖിറവും അള്ളാഹു തിരഞ്ഞെടുക്കുന്നതിന് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദുനിയാവിൻ്റെ ജീവിതം അവരങ്ങനെയേ കണ്ടിട്ടുള്ളൂ. അവരുടെ ജീവിതം ആഖിറത്തിന് വേണ്ടിയായിരുന്നു. അള്ളാഹു തആല പറഞ്ഞു, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫി ഹർസി. ആരെങ്കിലും ആഖിറത്തിലുള്ള വിളവെടുപ്പിനെയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നസിദ് ലഹു ഫി ഹർസി, അവൻ്റെ ആഖിറത്തിലുള്ള വിളവുകൾ നാം അധികരിപ്പിച്ചു കൊടുക്കും. വമൻ കാന യുരീദു ഹയാത്തദ് ദുനിയ, ആരെങ്കിലും വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ, ആരെങ്കിലും ദുനിയാവിലെ ഹർസ്, ദുനിയാവിലെ വിളവുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും, ദുനിയാവിലുള്ള ഭയങ്കര ഒരു വലിയൊരു പോസ്റ്റും ഒരു വലിയൊരു അതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നുഅ്തിഹി മിൻഹാ, ദുനിയാവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അള്ളാഹു തീരുമാനിച്ചു വെച്ച ദുനിയാവ്
ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ ഒമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, എന്നാൽ ആഖിറത്തിൽ ഓഹരിയൊന്നും പ്രതീക്ഷിക്കേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഇന്നൽ ഉലമാ, തീർച്ചയായും പണ്ഡിതന്മാർ, വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിൻഗാമികളാണവർ, അംബിയാക്കന്മാരുടെ പിൻഗാമികളാണവർ. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അംബിയാക്കൾ ബാക്കി വെച്ച് പോയത് ദീനാറും ദിർഹമും സമ്പത്തൊന്നുമല്ല. ഇന്നമാ വറസു അൽ ഇൽം, അവർ ബാക്കിയാക്കി പോയത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരെങ്കിലും ആ ഇൽമ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവനെടുത്തത് വലിയൊരു ഓഹരി തന്നെയാണ്. ദുനിയാവിൽ നമുക്ക് ലഭിക്കാവുന്ന ഓഹരികളിൽ വലിയൊരു ഓഹരിയാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, നമുക്ക് സമയം വളരെ കുറവാണ്, ദുഹറിൻ്റെ സമയം എടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ, അവരിങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ചുറ്റി നടക്കുന്നത് യതതബ്ബഊന മജാലിസ ദിക്ർ, ദിക്റിൻ്റെ മജ്ലിസുകൾ, അഥവാ ദിക്ർ ഹൽക്കകളല്ല, അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച്, അവൻ്റെ ആയാത്തുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെക്കുറിച്ച് പഠനം നടക്കുന്ന സദസ്സുകൾ, അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സ്ഥലങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ച് സ്മരണയുള്ള സ്ഥലങ്ങൾ അവരിങ്ങനെ തപ്പി നടക്കുകയാണ് ആ മലായിക്കത്തുകൾ. അങ്ങനെ ഫഇദാ വജദു മജ്ലിസൻ, ഒരു മജ്ലിസ് അങ്ങനെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ഇരിക്കുന്നതായിട്ട് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അവർ ഖഅദു മഅഹും, ആ മലക്കുകൾ അവരോടൊപ്പം ഇരിക്കും, ആ ദിക്റിൻ്റെ സദസ്സിൽ അവരിയ്ക്കും. എന്നിട്ടങ്ങനെ സദസ്സൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ വഹഫ ബഅദുഹും ബഅദ, അവരങ്ങനെ അടുത്തടുത്തിരിക്കും, മലക്കുകൾ ഓരോരുത്തരും അടുത്തടുത്ത് അങ്ങനെ ഇരുന്ന് അവർ ആകാശത്തോളം എത്തുന്ന രീതിയിൽ അവർ ഒരുമിച്ച് കൂടും. അങ്ങനെ സദസ്സ് പിരിഞ്ഞ് കഴിഞ്ഞാൽ ഫഇദാ തഫറഖു, ആ സദസ്സ് പിരിഞ്ഞ് ആളുകൾ പോയി കഴിഞ്ഞാൽ അറജു വസഇദു ഇലസ്സമാ, മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, ആകാശത്തിലേക്ക് തിരിച്ചു പോകും. ഖാൽ, ഈ സുഹാബി പറയാണ്, ഫയസ്അലുഹുമുല്ലാഹു അസ്സ വജൽ, അള്ളാഹു തആല ആ തിരിച്ചു വന്ന മലക്കുകളോട് ചോദിക്കും, വഹുവ അഅലമു ബിഹിം, അവരെന്താണ് കണ്ടത്, എന്താണ് ചെയ്തതെന്നൊക്കെ അള്ളാഹുവിന് അറിയാം. പക്ഷേ ഇത് നമ്മൾ അറിയിക്കാൻ വേണ്ടി അള്ളാഹു തആല അവരോട് ചോദിക്കും, മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്. ദീനിൻ്റെ സദസ്സിലിരുന്ന് തിരിച്ചുപോയ മലക്കുകളോട് അള്ളാഹുവോടൊന്ന് ചോദിക്കും, മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്ന് വന്നു. ഫയഖൂലൂൻ, അവർ പറയും, ജിഅ്നാ മിൻ ഇൻദി ഇബാദിൻ ലക ഫിൽ അർദ്, ഭൂമിയിലുള്ള നിന്റെ ചില അടിമകളുടെ അടുക്കൽ നിന്നാണ് നമ്മൾ വരുന്നത്. യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക വയഹ്മദൂനക വയസ്അലൂനക, അവർ നിന്നെ പുകഴ്ത്തുന്നുണ്ട്, തഹ്മീദ് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അവർ നിന്നെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നിൻ്റെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അടുത്തുനിന്നാണ് നമ്മൾ വരുന്നത്. വയസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കും, വമാ യസ്അലൂനി, അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്. മലക്കുകൾ പറയും, യസ്അലൂനക ജന്നതക, നിൻ്റെ സ്വർഗത്തെക്കുറിച്ച്, നിൻ്റെ സ്വർഗത്തെ ലഭിക്കാൻ അവർ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു തആല അവരോട് ചോദിക്കും, വഹൽ റഔ ജന്നതി, എൻ്റെ സ്വർഗം എങ്ങനെയാണെന്ന് അവർ കണ്ടിട്ടുണ്ടോ, സ്വർഗം എങ്ങനെയാണെന്ന് അവർ കണ്ടിട്ടുണ്ടോ. ഖാലൂ ലാ, മലക്കുകൾ പറയും, ഇല്ല അള്ളാഹുവേ, അവർ നിൻ്റെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ അള്ളാഹു ചോദിക്കും, ഫകൈഫ ലൗ റഔ അൽ ജന്ന, അവർ സ്വർഗത്തെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ. മലക്കുകൾ പറയും, അവർ ഇതിനേക്കാൾ കൂടുതൽ ആ സ്വർഗത്തെപ്പറ്റി ചോദിച്ചുകൊണ്ടേയിരിക്കും. ശേഷം അള്ളാഹുവോട് മലക്കുകൾ പറയും, വയസ്തജീറൂനക, അവർ നിന്നോട് കാവൽ ചോദിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കും, അവരെന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്. മലക്കുകൾ പറയും, അവർ നിൻ്റെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയും, അവർ എൻ്റെ നരകം കണ്ടവരാണോ. മലക്കുകൾ പറയും, ഇല്ല, അവർ കണ്ടിട്ടില്ല, അവർ ദുനിയാവിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കും, എൻ്റെ നരകം കണ്ടിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും. മലക്കുകൾ പറയും, അവർ ഇതിനേക്കാൾ കൂടുതൽ നരകത്തെ പേടിക്കുന്നവരും ഇതിനേക്കാൾ കൂടുതൽ ആ നരകത്തിൽ നിന്നോട് കാവൽ ചോദിക്കുന്നവരുമായിരിക്കും. ശേഷം അള്ളാഹു അവരോട് ചോദിക്കും, അള്ളാഹുവോട് ആ മലക്കുകൾ പറയും, അള്ളാഹുവെ, ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ പാപങ്ങൾ ചെയ്തു പോകുന്ന ഒരാളാണ്. ഈ മജ്ലിസിലേക്ക് അയാൾ പ്രത്യേകം ഉദ്ദേശം വെച്ച് വന്നവരൊന്നുമല്ല. അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഈ മജ്ലിസ് അവിടെ കണ്ടു, അള്ളാഹുവിനെ പറ്റി സംസാരിക്കുന്ന, അള്ളാഹുവിനെ പറ്റി പറയുന്ന, പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന സദസ്സ് കണ്ടു. അങ്ങനെ ഇരുന്നതാണ്. ഇന്നമാ മറ ഫജലസ മഅഹും, അയാൾ അതിൻ്റെ അടുത്ത് കൂടി പോയപ്പോൾ അവിടെ ഇരുന്നതാണ്. അപ്പോൾ അള്ളാഹു പറയും, വലഖദ് ഗഫർതു ലഹു, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ആ വന്നിരുന്നു പോയ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വിളിയാളം വരും, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ എണീറ്റ് പോയിക്കൊള്ളുക. അപ്പോഴാണ് മലക്കുകൾ ചോദിക്കുന്നത്, അള്ളാഹുവെ, കൂട്ടത്തിലൊരാൾ സദസ്സിലേക്ക് ഞാൻ ഉദ്ദേശിച്ച് വന്നതൊന്നുമല്ല, ആ വഴി പോയപ്പോൾ സദസ്സ് കണ്ടപ്പോൾ ഇരുന്നതാണ്. അള്ളാഹു പറയും, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം
ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. ആ ഒരു കൂട്ടം ആളുകൾ, അവരോടൊപ്പം ഇരുന്ന ആളുകൾ കൂടി റഹ്മത്ത് തടയപ്പെടൂല. അവരോടൊപ്പം വെറുതെ ഇരുന്ന ആളുകൾക്ക് കൂടി റഹ്മത്ത് തടയപ്പെടൂല. അത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ഒരു സമൂഹമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ബോധം ഉണ്ടാവണം. ഇങ്ങനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി തയ്യാറാകാനും അതിനുവേണ്ടി ഉത്സാഹം കാണിക്കാനും നമ്മുടെ ഉള്ളിലൊരു തേട്ടുണ്ടാവണം. ദീൻ പഠിക്കാൻ, ദീനിൻ്റെ ഒരു ഒത്തുചേരൽ, നല്ലൊരു സുഹ്ബത്തുൻ സ്വാലിഹ, നല്ലൊരു, സാധാരണ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയും, നിങ്ങൾക്ക് റുഫ്ഖത്തുൻ സ്വാലിഹ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നല്ല കൂട്ടുകെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അറബിയിലൊരു ചൊല്ലുണ്ട്, അസ്വാഹിബു സാഹിബ്. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, സാഹിബ് എന്ന് പറഞ്ഞാൽ വിളിച്ചു കൊണ്ടുപോകുന്ന ആൾ. അസ്വാഹിബു സാഹിബ്, നമ്മുടെ കൂട്ടുകാരൻ ഏത് വഴിയിലാണോ ആ വഴിയിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലി. ഓരോരുത്തരും അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. അവൻ്റെ കൂട്ടുകാരൻ്റെ നിഷ്ഠയെ ഇവനും ഉണ്ടാവുള്ളൂ. അവൻ്റെ കൂട്ടുകാരൻ ഏത് കോലത്തിലാണോ അക്കോലത്തിലായിരിക്കും കൂട്ടുകാരൻ ഉണ്ടാവുക. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടാണോ കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നല്ലൊരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല കൂട്ടുകാർ, ദീനിനെ പറ്റി സംസാരിക്കുന്ന, അള്ളാഹുവിനെ പറ്റി സംസാരിക്കുന്ന, തെറ്റ് കണ്ടാൽ തടയുന്ന, നന്മ കണ്ടാൽ അതിനെ പ്രോത്സാഹനം നൽകുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയുടെ പേരിൽ സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അങ്ങനെയുള്ള ഒരു സമൂഹമായി നമ്മൾ വളരണം. ദീനിൻ്റെ മാർഗത്തിൽ പഠിക്കാനും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഒരു ത്വരയും ഒരു ആഗ്രഹവും നമുക്കുണ്ടാവണം. അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീനിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾ, ദീനു വേണ്ടി എത്രത്തോളം ആഗ്രഹത്തോടു കൂടി വരുന്ന ആളുകൾ നിസ്കാരത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ മറ്റു പല രീതിയിലും നമ്മൾ തിരക്കിലായി പോകുന്നവരായിരിക്കും, ക്ലാസ്സിന് പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, നമ്മുടെ ഈ ഒരു പ്രായത്തിൽ ഞാനും നിങ്ങളും അടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരത്തിൻ്റെ വിഷയമാണ്. കാരണം നിസ്കാരം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കാത്ത ആൾ, നിസ്കാരത്തിൻ്റെ സമയം തെറ്റിക്കുന്ന ആൾ, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആൾ, അവരെ നമ്മൾ ഉണർത്തണം. കാരണം ഇത് ചെറിയ വിഷയമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സലുഹത് സലുഹ സായിറു അമലി, നിസ്കാരം ശരിയായി കഴിഞ്ഞാൽ അവൻ്റെ ബാക്കി എല്ലാ അമലും ശരിയാവും. വൈദാ ഫസദത് ഫസദ സായിറു അമലി, നിസ്കാരത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയാൽ, നിസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ ബാക്കി എല്ലാ കർമ്മത്തിനും തെറ്റാണ്. നമ്മൾ ഒരുപാട് കർമ്മങ്ങളിൽ ഇപ്പോൾ ഇബാദത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഇൽമിൻ്റെ കാര്യത്തിൽ, പഠിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും മുന്നോട്ട് വരുന്നു. പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറവുണ്ട് എങ്കിൽ അത് നമ്മൾ നികത്തണം. നമ്മുടെ ഇഖ്ലാസിൻ്റെ കുറവാണത്. നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയായി വരും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാളുടെ അമലുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അയാളുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയുടെ തോതനുസരിച്ചാണ്. നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയുടെ തോതനുസരിച്ചാണ് ബാക്കിയുള്ള അമലുകളൊക്കെയും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കും. കാരണം നിസ്കാരം വളരെ പ്രധാനമാണ്. തൗഹീദിൽ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിസ്കാരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ആദ്യം തൗഹീദ് പഠിപ്പിക്കണം. അവർ തൗഹീദ് പഠിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരത്തെപ്പറ്റി നമ്മൾ പഠിക്കണം. നമ്മൾ പണ്ട് മുതലേ പഠിച്ച നിസ്കാരം ആയിക്കൂടാ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കും. നിസ്കാരത്തിലുള്ള അദ്കാറുകൾ ഒരുപാടുണ്ട്, റുക്കൂഇലുള്ള തസ്ബീഹുകൾ ഒരുപാടുണ്ട്. എല്ലാ കോലവും നമ്മൾ പഠിക്കണം. ഇഅ്തിദാലുള്ള ദിക്റുകൾ ഒരുപാടുണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കണം. മാറി മാറി ചെയ്യണം. അങ്ങനെ നിസ്കാരം റൂഹുള്ളൊരു നിസ്കാരമാക്കി തീർക്കണം. അത് നമുക്ക് ഈ ഒരു പ്രായം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. പ്രായമായിട്ട് ശ്രദ്ധിക്കാൻ നിന്നാൽ മതിയാവില്ല. കാരണം ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. നമ്മുടെ ഈ ഒരു സമയം ഊർജ്ജമുള്ള സമയം, ആരോഗ്യമുള്ള സമയം, നിസ്കാരം നമുക്ക് ഇബാദത്തായിട്ട് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഇബാദത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാകും സലാസ് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലായിരുന്നു എൻ്റെ കൺകുളിർമ. ആ ഒരു കൺകുളിർമ നമുക്ക് കിട്ടണം. എപ്പോഴേ കിട്ടുള്ളൂ എന്നറിയോ? നിസ്കാരത്തിൽ എന്താ പറയുന്നത്, ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അറബി ഭാഷ പഠിക്കണം. അറബിയിലുള്ള അദ്കാറുകളുടെ ദുആകളുടെയും അർത്ഥം നമ്മൾ പഠിക്കണം. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, ഖസ്സംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ നിസ്കാരത്തെ എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. ഒരു ഭാഗം അടിമക്കും ഒരു ഭാഗം എനിക്കും. സൂറത്തുൽ ഫാത്തിഹനെ പറ്റിയിട്ടാണ് ഹദീസ്. അള്ളാഹു പറയുന്നു, ഇദാ ഖാല അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അർശിൻ്റെ അവിടെ നിന്ന് അള്ളാഹു പറയും ഹമിദനി അബദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഇത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നിന്ന് അള്ളാഹു എന്ത് പറയുന്നു? ഹമിദനി അബദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഇദാ ഖാല റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊരടിമ പറയുമ്പോൾ അള്ളാഹു അവിടെ നിന്ന് പറയും മജ്ജദനി അബദി, എൻ്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ ദുആ ആണ്. സൂറത്തുൽ ഫാത്തിഹ ഒരു ദുആ. ദുആൻ്റെ മര്യാദയാണ് എന്ത്? ദുആ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിൻ്റെ ഹംദ് ചെയ്യുക, എന്നിട്ട് ശേഷം ആ അടിമ പറയുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ ഞാനും നീയും ഒരു കരാറിലാണ്. ഇയ്യാക നഅ്ബുദു, എന്താണ് കരാറ്? നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, എൻ്റെ സഹായതേട്ടങ്ങളും സഹായ അഭ്യർത്ഥനയും ഒക്കെ നിന്നോട് മാത്രമായിരിക്കും. ആ ഒരു കരാറും കഴിഞ്ഞതിന് ശേഷം അടിമ അള്ളാഹുവോട് ചോദിക്കുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇത് ദുആ ആണ്. അവിടെ എത്തുമ്പോൾ അള്ളാഹു പറയും വലി അബദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് അതിൻ്റെ അടിമക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഈ ഒരു ബോധത്തോടു കൂടി ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ ശ്രദ്ധ പോകാനുള്ള അവസരമില്ല. കാരണം നിസ്കാരത്തെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹു യുനാജി റബ്ബഹു, അവൻ്റെ റബ്ബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റബ്ബിനോടുള്ള സംസാരം എന്താണ്? ഈ ആയത്തുകളൊക്കെ തന്നെയാണ്. അള്ളാഹു തആല അവിടെ നിന്ന് തിരിച്ചു പറയുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഇബാദത്ത് തന്നെയാണ്. ബാക്കിയുള്ള അദ്കാറുകളാണെങ്കിലും റുക്കൂലുള്ള ദിക്റുകൾ ഓരോന്നും നമ്മൾ പഠിക്കണം. പല റിവായത്തുകൾ വന്നതിലൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പണ്ട് മുതലേ പഠിച്ച ദിക്ർ അത് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ വിട്ടുപോകും. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല സുബ്ഹാന റബ്ബിയൽ അഅ്ല സുബ്ഹാന റബ്ബിയൽ അഅ്ല വായിന് പോകും, പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് ബോധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം? ഓരോ നിസ്കാരത്തിനും മാറ്റി മാറ്റി ചെയ്യണം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ള പ്രാർത്ഥനയുണ്ട്. സുബ്ഹാന ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ് എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ല ദിഖഹു വജില്ല അവലഹു വആഖിറ വഅലാനിയതഹു വസിറ. ഇങ്ങനെയുള്ള ദുആകളൊക്കെ നമ്മൾ എന്താക്കണം? പഠിച്ചു വെക്കണം. സമയം കിട്ടുമ്പോൾ ഇമാമ് കുറച്ച് ദൈർഘ്യത്തിൽ നിസ്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പറയാനുള്ള അവസരം കിട്ടണം. അങ്ങനെ നിസ്കാരത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു യാ മൂസ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം. അതിൽ നിസ്കാരം പെട്ടു. പക്ഷേ വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരം നിലനിർത്താൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്തത് റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നാക്കണം. അതേപോലെ തന്നെ വമിൻ ദുർരിയ്യത്തി, എൻ്റെ മക്കളെയും എൻ്റെ സന്താനങ്ങളെയും. ഇവരൊക്കെ നിസ്കാരത്തിന് കൊടുത്ത പ്രാധാന്യം വളരെ വലുതാണ്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇൽമിൻ്റെ മാർഗ്ഗത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുറച്ച് ഭാരമാണെന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് നിസ്കാരം ഒരു ഭാരമാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഉള്ള ആളുകൾക്കേ ഇത് ആനന്ദം ഉണ്ടാവുള്ളൂ. ഖുശൂ ഉള്ള ആളുകൾക്കേ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്കേ നിസ്കാരം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിസ്കാരത്തിൽ ആസ്വാദനം നമുക്ക് ലഭിക്കണം. ഞാനും നിങ്ങളും ഒക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ. നമ്മൾ മരിച്ചു പോയാൽ നാളെ പരലോകത്തിലെത്തുമ്പോൾ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയിട്ടാണ്. നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുകയാണ്. അവസാന സമയം വഹുവ യുഗർഗിർ, നബിൻ്റെ നാവൊന്നും നേരെ ചലിക്കുന്നില്ല. നാവിങ്ങനെ ഇടയിലാണ്. ബോധം നഷ്ടപ്പെടുന്നുണ്ട്, ബോധം തിരിച്ചു വരുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ടിനോട് ചെവി ചേർത്ത് വെച്ചപ്പോൾ പറയുന്നത് അസ്സലാ വമാ മലക്കത്ത് അയ്മാനുക്കും, നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ അവസാനത്തെ ഉപദേശം അത് നിസ്കാരത്തെ പറ്റിയായിരുന്നു. കാരണം അവിടുന്ന് കഴിഞ്ഞു പോയാൽ നാളെ പരലോകത്തെ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ, അതിൽ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖദ് അഫ്ലഹ്, അവൻ വിജയിച്ചു. ഇനി അതിൽ പരാജിതനാണെങ്കിലോ ഫഖദ് ഖാബ വ ഖസിർ, അവൻ പരാജിതനായിപ്പോയി. അപ്പോൾ ദീൻ പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. പ്രത്യേകിച്ചും ഞാനും നിങ്ങളും അടക്കുന്ന യുവാക്കൾ നിസ്കാരത്തിൻ്റെ വിഷയം വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പലപ്പോഴും പല ആളുകൾക്കും നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധ വരുന്നത്, അഥവാ നഫിലടക്കം നിസ്കരിക്കുന്നത്, റവാത്തിബ് നിസ്കരിക്കുന്നതൊക്കെ കുറച്ച് പ്രായമായതിനു ശേഷമായിരിക്കും. യുവാക്കളായിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഫർള് നിസ്കരിക്കും, അവിടെ നിന്ന് തടി തപ്പും. അള്ളാഹുവിൻ്റെ ഒരിക്കൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയം അള്ളാഹു ഫർളിന് എന്തെങ്കിലും കോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മലക്കുകളോട് ചോദിക്കും ഹൽ അബ്ദി മിൻ തതവ്വു. അള്ളാഹു സ്നേഹം കൊണ്ട് ആ അടിമനോടുള്ള കാരുണ്യം കൊണ്ട് ചോദിക്കുകയാണ്, മലക്കുകളെ
എൻ്റെ അടിമക്ക് എന്തെങ്കിലും സുന്നത്തുകളുണ്ടോ എന്ന് നോക്ക്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കട്ടെ. അള്ളാഹു അത്ര സ്നേഹത്തോടെ ആ അടിമക്ക് വേണ്ടി ചോദിക്കും. മലക്കുകൾ, ആ റബ്ബെ കുറച്ച് തത്തവ്വ ഉണ്ട്, എടുത്തോ മാറ്റിക്കോ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു അവൻ്റെ അടുത്ത് തത്തവ്വ ഒന്നും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ വളരെ പ്രയാസമായിരിക്കും. അവിടെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും ഒരു സുന്നത്ത് നിസ്കാരം, ഒരു 2 റക്അത്ത് നിസ്കാരം, ഒരു തസ്ബീഹ്, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. അള്ളാഹു തആല തന്ന ആയുസ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു ഖുദാമ റഹിമഹുല്ല അദ്ദേഹത്തിന് ഒരു വലിയൊരു ഉപദേശം, ആ ഉപദേശത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയാണ്, ഒരാൾ ഒരു ഖബറിൻ്റെ അടുക്കൽ വന്ന് നിന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ എന്നിട്ട് ശേഷം അദ്ദേഹം ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഈ ഖബറിലുള്ള ആളെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കണ്ട ആൾ പറയാണ്, തനഹന്നി, വിട്ടു നിൽക്കുക എൻ്റെ അടുത്തുനിന്ന്, ഫഖദ് ആദൈതനി, നീ എന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. എന്തേ ഈ 2 റക്അത്ത് കണ്ടിട്ട്? ഈ ഇപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചല്ലോ, ആ 2 റക്അത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ദുനിയാവും അതിലുള്ളത് എല്ലാം എനിക്ക് കിട്ടുന്നതിനേക്കാൾ അതായിരുന്നു എനിക്ക് പ്രിയങ്കരമെന്ന് ആ ഖബറിലുള്ള ആൾ പറയുന്നതായിട്ട് ഇയാൾ സ്വപ്നം കാണാൻ. കാരണം അവസരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല. മരണം വാർദ്ധക്യത്തെ കാത്തു നിൽക്കൂല, ഏത് സമയത്തും മരണപ്പെടാം. യുവാക്കളിൽ നിന്ന് കൂടുതൽ മരിക്കുന്നത് യുവാക്കളാണ്. അതുകൊണ്ട് നമ്മുടെ ഏതവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ട അവസ്ഥ വന്നാലും ഏറ്റവും പ്രകാശിക്കുന്ന ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളൊരവസ്ഥയ്ക്ക് വേണ്ടി നാം ദുആ ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. പഠനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖിന് അള്ളാഹുവോട് ചോദിക്കുക. അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും ദീനിൻ്റെ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.